പുറത്തിറങ്ങി നിൽക്കും. പ്ലീസ് നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കും. മോണിറ്റർ ഒന്ന് ചെക്ക് ചെയ്യും. ഡോക്ടർ, കഥയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അതെല്ലാം ഡോക്ടർ പറയും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കൂ. കഥ സാറേ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. എത്ര വേഗത്തിൽ പാഞ്ഞു പോയാലും അതുകൊണ്ട് ഫലമൊന്നുമില്ലല്ലോ. അപകടം നടന്ന സ്ഥലത്ത് ഏതെങ്കിലും CCTV വർക്ക് ചെയ്തിട്ടുണ്ടോന്നും അറിയില്ല. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവോ? അവള് മരിച്ചാല് ഞാൻ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരും. അത് പറ്റില്ല. ഇതെന്ത് പണിയാമേ? എത്ര നേരെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പിടി പോലും കഴിച്ചില്ലല്ലോ. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല മോളെ. അതെ, ഓട്ടത്തിനിടയ്ക്ക് കൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞതാ, നീ വീട്ടിൽ പോണം, അമ്മയെ ഭക്ഷണം കഴിപ്പിക്കണം, അമ്മയെ നോക്കണം എന്നൊക്കെ. ഇന്നലെ മുതല് അമ്മ നല്ല ടെൻഷനിലായിരുന്നല്ലോ. അവൾക്ക് എന്തോ സംഭവിക്കാൻ പോവാന്ന് കരുതിയിട്ട്. അല്ല, അമ്മ അവളെ കുറിച്ച് പേടിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അവൾക്ക് അമ്മയെ കുറിച്ച് പേടിയുണ്ടാവില്ലേ? അമ്മ കഴിക്കുന്നുണ്ടോ? അല്ലെങ്കിലേ ഞാൻ അവളെ വിളിച്ച് പറയും കേട്ടോ. നീ അവളെ വിളിച്ച് പറയൊന്നും ചെയ്യണ്ട, ഞാൻ കഴിച്ചോളാം. ഹലോ മോളിക്കുട്ടി, നീ എവിടെയാ? ഞാൻ ദുബായ് മാമന്റെ വീട്ടിലുണ്ട്, അമ്മയുടെ അടുത്ത്. ഒന്നവിടുന്ന് മാറി നിൽക്ക്. പിന്നെ ഞാനാ വിളിച്ചെന്ന് തങ്കത്തിനോട് പറയണ്ട. അമ്മ ഒരു സെക്കൻഡ്. എന്താ മാമ? തങ്കം കൃഷ്ണയെ കുറിച്ച് പേടിച്ചത് വെറുതെ അല്ല മോളിക്കുട്ടി. കൃഷ്ണയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി മോളെ. എന്താ മാമ പറഞ്ഞേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? കുറച്ചു മുമ്പേ ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നില്ലേ? ആ കുട്ടിയുടെ ആരാ നിങ്ങള്? നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണല്ലോ. ട്വിൻസ് ആണോ? അതൊന്നുമല്ല. അവളുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡോക്ടറെ കണ്ടാ മതി. സാരമില്ല, ഞാൻ പിന്നീട് ചോദിച്ചോളാം.